ഗോതമ്പ് റവയും കൊണ്ട് ഉപ്പുമാവ് ഉണ്ടാക്കാം. ഇതിനായി നമ്മൾ പാനിൽ നെയ്യ് ഒഴിച്ച് 2 ടേബിൾ സ്പൂൺ നെയ്യ് അല്ലെങ്കിൽ ഓയിൽ ഒഴിക്കാം. നെയ്യിലുണ്ടാക്കുമ്പോൾ ഈ ഗോതമ്പ് റവയ്ക്ക് കൂടുതൽ മണവും രുചിയും കിട്ടും. ഇതിലേക്ക് 1 ടീസ്പൂൺ കടുകിട്ട് പൊട്ടുമ്പോൾ 1/2 ടീസ്പൂൺ ഇഞ്ചി ചെറുതായി അരിഞ്ഞതും 3 ടേബിൾ സ്പൂൺ ഉള്ളി അല്ലെങ്കിൽ സവാള ചെറുതായി അരിഞ്ഞതും ഇട്ട് നന്നായി ഒന്ന് വഴറ്റിയെടുക്കാം. നിറം മാറാതെ വഴറ്റിയാൽ മതി. ഇതിലേക്ക് കറിവേപ്പിലയും പച്ചമുളകും 2 പച്ചമുളക് അരിഞ്ഞതും ഇട്ട് വഴറ്റാം. അതിനുശേഷം 2 കപ്പ് ഗോതമ്പ് റവ ഇട്ട് നന്നായി ഒന്ന് വറുത്തെടുക്കാം. കുറച്ച് നേരം ഇളക്കി റവയൊന്ന് വറുത്തതുപോലെ ആക്കണം. എന്നിട്ട് നമ്മളത് ഈ റവയും എല്ലാം ഒരു പാത്രത്തിലേക്ക് എടുത്തു വയ്ക്കാം. ഈ പാനിലേക്ക് 1 കപ്പ് റവയ്ക്ക് നമ്മൾ 1.5 കപ്പ് വെള്ളമാണ് ഗോതമ്പ് റവയ്ക്ക് ചേർക്കുന്നത്. അപ്പോൾ ഇതിലേക്ക് ഒരു 3 കപ്പ് വെള്ളം, ഒരു 1/2 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് തിളപ്പിക്കാം. വെള്ളം തിളച്ച ഉടനെ നമുക്ക് മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന റവയിട്ട് കുറേശ്ശെ ഇട്ട് നന്നായി ഇളക്കി കൊടുക്കാം. നന്നായി ഒന്ന് ഇളക്കി വെള്ളം തിളയ്ക്കുമ്പോൾ നമുക്കിത് മൂടി വെച്ച് ഒരു 5 മിനിറ്റ് ലോ ഫ്ലെയിമിൽ ഇട്ട് വയ്ക്കാം. അതിനുശേഷം അടപ്പ് തുറന്നാൽ ഇതുപോലെ വെള്ളം വറ്റിയിരിക്കുന്നത് കാണാം. ഒന്നുകൂടെ നന്നായി ഒന്ന് ഇളക്കി ഇതിലേക്ക് നമുക്ക് 1 കപ്പ് തേങ്ങ ചേർക്കാവുന്നതാണ്. ഇപ്പോൾ തന്നെ ഇത് റെഡി ആയിട്ടുണ്ട്. തേങ്ങ ഇടുമ്പോൾ കൂടുതൽ നല്ലൊരു ടേസ്റ്റ് കിട്ടും. നന്നായി ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. നമ്മുടെ ഗോതമ്പ് റവ ഉപ്പുമാവ് റെഡി ആയിട്ടുണ്ട്. ഇതിനെ ഒരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. Thank you for watching.